വചനമൊഴി ഒക്ടോബർ 4. വചനഭാഗം 2 തിമോത്തി 4:6-8, മത്തായിയുടെ സുവിശേഷം 26:6-13. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലിരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ച ഒരു വെൺകൽ പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ശിരസിലൊഴിച്ചു. ഇതു കണ്ട ശിഷ്യന്മാർ നീരസത്തോടെ പറഞ്ഞു, എന്തിന് ഈ പാഴ്ചെലവ്? എന്തെന്നാൽ ഇത് നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഈശോ ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു, എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. കാരണം ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമോ, അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങൾ നിറവേറുന്നതിന് മുൻപ് ഈശോ ബഥാനിയായിലായിരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹിതർ അവിടത്തേക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കി. ആ വിരുന്ന് നടന്നത് കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലായിരുന്നു. അവിടെ നടന്ന ഒരു സംഭവമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിച്ചത്. ഒരു സ്ത്രീ കർത്താവിന്റെ ശിരസിൽ വിലയേറിയ തൈലം പൂശി. ഇത് കണ്ട ശിഷ്യന്മാർ അതിൽ നീരസപ്പെടുന്നു. എന്നാൽ ഈശോ ആ സ്ത്രീയെ വിഷമിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അവൾ ചെയ്തത് കർത്താവിനോട് കാണിക്കുന്ന ഒരു വലിയ ആദരവാണ്. കർത്താവിന്റെ മൃതസംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. കാരണം മിശിഹായുടെ പീഡാനുഭവത്തിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഈ സംഭവത്തെ ഈശോ പറയും, ഇതെന്റെ സംസ്കാരത്തിന് വേണ്ടി അവൾ ഒരുക്കുകയാണ്. അതിനുശേഷം ഈശോ പറയുന്നു, ഈ സദ്വാർത്ത എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുവോ, സദ്വാർത്ത എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുവോ അവിടെയെല്ലാം ഈ സംഭവവും അനുസ്മരിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അത് ഈ സ്ത്രീയുടെ ഓർമ്മ അനുസ്മരിക്കാൻ വേണ്ടിയാണ്, അവൾ ചെയ്ത പ്രവൃത്തി അനുസ്മരിക്കപ്പെടാൻ വേണ്ടിയാണ്. ഈശോയ്ക്ക് വേണ്ടിയുള്ളൊരു സമർപ്പണം, പൂർണ്ണമായൊരു സമർപ്പണം ആ സ്ത്രീ നടത്തുന്നത്. ആ വിലയേറിയ സമർപ്പണത്തെ ഈശോ വിലമതിക്കുന്നു, അതെക്കാലവും സ്മരിക്കപ്പെടുമെന്ന് പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നടത്തുന്ന ഓരോ സമർപ്പണങ്ങളും അവിടുന്ന് അത് വിലമതിക്കുന്നു, അതെക്കാലവും സ്മരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലും പല വിധത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പണം ചെയ്യുവാൻ സാധിക്കും. ഒന്ന്, മിശിഹായോടുള്ള ആദരവ്. നാം നടത്തുന്ന ആരാധനകള്, ബലിയർപ്പണങ്ങള്, പ്രാർത്ഥനകളൊക്കെ മിശിഹായുടെ പക്കലുള്ള സമർപ്പണമാണ്. രണ്ടാമത്, മിശിഹായ്ക്കുള്ള ശുശ്രൂഷയാണ് ദരിദ്രർക്ക് സംഭാവന ചെയ്യുന്നത്, ദരിദ്രരെ സഹായിക്കുന്നത്. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടിയുണ്ട്, നിങ്ങൾ കൈ തുറന്ന് അവർക്ക് നൽകുവിനെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞ വചനമായി ഈശോയെ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് ദരിദ്രരെ അവഗണിക്കണമെന്നല്ല, ദരിദ്രരെ പരിഗണിക്കുകയും അവർക്ക് എല്ലാം എപ്പോഴും ചെയ്യുകയും ചെയ്യണം. എന്നാൽ മിശിഹായ്ക്കുള്ള ആദരവ്, മിശിഹായ്ക്കുള്ള സമർപ്പണം അതും നടത്തണമെന്ന് തിരുവചനം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും നൽകി ദൈവമനുഷ്യ ബന്ധത്തിലൂടെ ആത്മീയ ഉണർവുള്ളവരായി വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.